ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലായ കൈതച്ചക്കനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ ചാനലായതുകൊണ്ട് തന്നെ ഒരുപാട് പോരായ്മകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം തിരുത്തി നല്ല നല്ല വീഡിയോസ് മുൻപോട്ട് പോകുന്തോറും ഉണ്ടാക്കിയിടാൻ ശ്രമിക്കുന്നതാണ്. അപ്പം അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം വേണ്ടതാണ്. എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കൈത നടാൻ വിട്ടാലോ? കുറച്ചുകൂടെ നമുക്ക് വണ്ടിയെ പോവാം. അങ്ങനെ നമ്മൾ തോട്ടത്തിലെത്തി. ഇപ്പം നമ്മൾ വേണ്ട സാധനം കൈത കാനി വിത്തിറക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് തോട്ടമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. തോട്ടത്തിൽ വേണ്ട കാനി നമുക്കിത് ബണ്ടിലായിട്ടാണ് നമുക്ക് ലോഡ് വരുന്നത്. ഒരു ബണ്ടിൽ ഒരു 30 കാനി വീതം ഉള്ള ബണ്ടിലാണ് വരുന്നത്. ചിലടത്ത് 25 ബണ്ടിൽ വരുന്നുണ്ട്. അങ്ങനെ വേണ്ട ഇത് നമ്മൾ ലൈനുണ്ട്, ഓരോ ലൈനത് ലൈനിലേക്ക് ചുമന്നിട്ടോണ്ടിരിക്കുക പണിക്കാരെ. കള്ളി കെട്ടി ലൈനാക്കി ഇട്ടിട്ടാണ് നമ്മൾ കുഴിയെടുക്കുന്നത്. അതുപോലെ നമ്മൾ കുഴി നീളത്തിൽ മേളിൽ നിന്ന് താഴേക്കും 2 വശങ്ങളിലേക്കായിട്ടാണ് ഇവിടെ നമ്മൾ കൈ നടുന്നത്. അത് ഓരോ തോട്ടത്തിൽ ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായത്തിലാണ് ചെയ്യുന്നത്, ഒരു സ്റ്റൈലുണ്ട്. ഇത് നമ്മൾ മീൻമുള്ളു പോലെ നമ്മൾ കുഴിയെടുക്കുന്നത്. ഒരു 1.5 അകലം, 2 കുഴികൾ 1.5 അകലമാണ്. നമുക്കൊരു 10 പണിക്കാരാണ് നമുക്ക് ഉള്ളത്. 10 പണിക്കാരെ കൊണ്ട് പോകുമ്പോൾ നമ്മൾ 4 കുഴിവെത്തുകാരെ ഇടും. കുഴി കുത്താൻ വേണ്ടിയിട്ട് 4 പേരെ നമ്മൾ സെറ്റ് ചെയ്യും. ഒരാളത് കുഴിയിൽ കാനി ഇട്ട് കൊടുക്കാനും ബാക്കിയുള്ള 5 പേരാണ് കാനി നടുന്നത്. നടുന്നത് വേണ്ട ഇതുപോലെയാണ്. കുഴിയിൽ വലുത് സെൻട്രലിൽ, ലൈനിൻ്റെ സെൻട്രലിൽ വരും, ചെറുത് അറ്റങ്ങളിലേക്ക് പോകുന്ന രീതിയിലാണ് നമ്മൾ കാനി വെക്കുന്നത്. അത് മരുന്ന്, വളം, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സൗകര്യമൊക്കെ നോക്കിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഈ 2 ലൈനിൻ്റെ ഇടയ്ക്ക് ഒരു 5 അടി വഴി നമ്മൾ ചിലയിടത്തിടും, ചിലയിടത്ത് 4 അടി ഇടും. ഈ 5 അടി ഇടുന്ന വെച്ചാൽ ചിലപ്പം ഈ റബ്ബറോ അങ്ങനെയുള്ള മറ്റ് സാധനങ്ങളൊക്കെ നടാൻ വേണ്ടിയാണ് നമ്മൾ ഈ 5 അടി. അപ്പം നമുക്ക് തോന്നും ഇത് എവിടെ നിന്നാണ് ഈ വിത്ത് കിട്ടുന്നത് എന്നുള്ളൊരു സംശയം വരാം. വിത്തിരിക്കുന്ന ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതാണ് എൻ്റെ ചക്കയാണ്. ഈ സൈഡിൽ ഈ സാധനമാണ് വിത്ത്, മുളാന്ന് പറയും. ഇത് വലുതായി വരുന്നത് അടത്തി എടുത്തുകൊണ്ടാണ് നമ്മൾ പുതിയ നടുന്നത്. കാനി എന്ന് പറയുന്നത് ഇതാണ്.
നമ്മളീ പലർക്കും ഇതെങ്ങനെ കൃഷി ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി ഒരു ഗ്രാഹ്യം പൊതുവേ ഇല്ല. കാരണം ഇപ്പോഴാണ് വളരെ സജീവമായിട്ട് പൈനാപ്പിൾ കൃഷി നമ്മുടെ ഈ പറഞ്ഞ പോലെ കോട്ടയം, പത്തനംതിട്ട, എറണാകുളം അങ്ങനെയുള്ള ജില്ലകളിലൊക്കെ ചെയ്തു തുടങ്ങിയിരിക്കുന്നത്. അപ്പം ഇതെങ്ങനെ കൃഷി ചെയ്യുന്നു, ഇതിൻ്റെ പ്രോസസ്സ് എന്താണ്, ഇതെങ്ങനെയാണ് നടുന്നത്, ഇതെവിടെ നിന്നാണ് ഇതിൻ്റെ വിത്തുകൾ കൊണ്ടുവരുന്നത്, തോട്ടം എങ്ങനെ ഒരുക്കുന്നത്, അങ്ങനെയുള്ള പൈനാപ്പിൾ സംബന്ധമായ കുറച്ച് കാര്യങ്ങളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാവരും കണ്ട് ആസ്വദിക്കുക, സപ്പോർട്ട് ചെയ്യുക.